Hi friends, welcome to the channel. ഇന്നത്തെ വീഡിയോയിൽ എലമെൻറ്റ്സ് ഓർ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിനെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്നും എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മീൻസ് ഒരു കമ്പനിക്കുള്ളിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവ കൺട്രോളബിളും ആയിരിക്കും. ദെൻ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ലൈക്ക് മാൻ, മെറ്റീരിയൽ, മണി, മെഷീനറി, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്. ഇവയൊക്കെയാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഇനി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കൾച്ചർ. കൾച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഇപ്പം നമുക്ക് കേരളൈറ്റ്സിൻ്റെ കൾച്ചർ, മലയാളികളുടെ കൾച്ചർ എടുക്കാം. മലയാളികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈലുണ്ട്, ദെൻ ഫുഡ് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചറും. ചില മോഡേൺ കോർപ്പറേറ്റ് എൻ്റർപ്രൈസുകളിൽ അവിടുത്തെ ടോപ്പ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അവരുടേതായിട്ടുള്ള ചില വർക്കിംഗ് ലാംഗ്വേജും അതുപോലെ തന്നെ പോളിസീസും സിസ്റ്റംസും സിമ്പിൾസും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇത് ഇവരുടെ സബോർഡിനേറ്റ്സിലേക്ക് പാസ് ചെയ്യുകയും ഗ്രാജുവലി അത് ഓർഗനൈസേഷൻ്റെ തന്നെ കൾച്ചറായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഒരു കൾച്ചർ ഷെയറിങ് ഇത് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്ക് ഉള്ള ഒരു കോൺട്രിബ്യൂഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഇസ് വിഷൻ, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്. എല്ലാ കമ്പനികളുടെയും പോളിസീസും ഫിലോസഫീസും അതുപോലെ തന്നെ പ്രയോറിറ്റീസും ഗൈഡ് ചെയ്യുന്നത് കമ്പനികളുടെ വിഷൻ, മിഷൻ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും ആയിരിക്കും. ഉദാഹരണത്തിന് റാൻബാക്സി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അവരുടെ മിഷൻ എന്ന് പറയുന്നത് ഒരു റിസർച്ച് ബേസ്ഡ് ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആവുക എന്നുള്ളതാണ്. ഈ ഒരു മിഷൻ തന്നെയാണ് ഇവരുടെ പ്രോഡക്റ്റിന് ഫോറിൻ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാക്കിയതും ഫോറിൻ മാർക്കറ്റിലേക്കുള്ള എൻട്രിക്ക് കാരണമായതും ഒരു റിസർച്ച് ബേസ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആവുക എന്നുള്ള മിഷനാണ്. ദെൻ തേർഡ് വൺ ഇസ് ടോപ്പ് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. മാനേജ്മെൻറ്റ് സ്ട്രക്ചർ അതിൽ ആദ്യമായിട്ട് വരുന്നത് അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഇവരുടെ ആ ഒരു തിങ്കിങ് എബിലിറ്റി അതുപോലെ തന്നെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളതും ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിൽ എത്രത്തോളം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുമാണ് ഓർഗനൈസേഷൻ്റെ സക്സസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കമ്പോസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. ദെൻ ഇവർ ആണ് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത്. ഈ ഡിസിഷൻസ് ആണ് കമ്പനിയെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് പവർ സ്ട്രക്ചർ. പവർ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും തമ്മിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പാണ് നല്ല ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനെ സഹായിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹ്യൂമൻ ആൻഡ് അതർ റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്ക് ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത് ഒരു പങ്ക് വഹിക്കുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വർക്കിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും കോമ്പിറ്റൻസും കമ്മിറ്റ്മെൻറ്റും ഒക്കെയാണ് ഓർഗനൈസേഷന് ഏറ്റവും വർത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ റിസോഴ്സ് ആൻഡ് ദ ടെക്നോളജി. ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെയും അതുപോലെ തന്നെ ഫങ്ഷനിങ്ങിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി,
ടെക്നോളജി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, ലോജിസ്റ്റിക്സ്, ഇവയൊക്കെയാണ്. അടുത്തതായിട്ടുള്ളത് കമ്പനി ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. ഓർഗനൈസേഷൻസ് നോർമലായിട്ടും ഫിനാൻസ് റേസ് ചെയ്യുന്ന ടൈമിലും അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്യുന്ന ടൈമിലും ഓർഗനൈസേഷൻ്റെ ബ്രാൻഡ് ഇക്വിറ്റിക്കും അതുപോലെ തന്നെ കമ്പനിയുടെ ഇമേജിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്രത്തോളം വലുതാണ് നമ്മുടെ കമ്പനിക്ക് പബ്ലിക്കിലുള്ള ഇമേജ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പബ്ലിക്ക് നമ്മുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇമേജിൻ്റെ ബേസിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അടുത്തതായി എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ കൺട്രോളിന് പുറത്തുള്ള, അതായത് കൺട്രോളബിൾ അല്ലാത്ത ഫാക്ടേഴ്സാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇവ പുറത്തുള്ളതായിരിക്കും, ഓർഗനൈസേഷന് ഉള്ളിലുള്ളതല്ല, മറിച്ച് പുറത്തുള്ള ഫാക്ടേഴ്സാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. നമുക്ക് പേര് എക്സ്റ്റേണൽ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും പുറത്തുള്ളത് എന്നുള്ള. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമേറിയൊരു ടാസ്ക്കാണ്. ദെൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. ആദ്യമായി എന്താണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിന് നമുക്ക് ടാസ്ക് എൻവയോൺമെൻറ്റ് എന്നും വിളിക്കാം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ നമ്മൾ പറഞ്ഞു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെയാണ് മൈക്രോ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സപ്ലയേഴ്സ്. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ കമ്പോണൻസും സപ്ലൈ ചെയ്യുന്നവരെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളുകളുമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറുമാണ് സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കസ്റ്റമേഴ്സ്. നമ്മൾ നമ്മുടെ 11th 12th ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കസ്റ്റമർ ഇസ് ദ കിങ് ഓഫ് ബിസിനസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും സക്സസ്സിലേക്ക് നയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇൻഡസ്ട്രീസ്, ഗവൺമെൻറ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഫോറിനേഴ്സ്, ഇത്രയും ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സാണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിഡിൽ മാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഏജൻസീസ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഫിസിക്കൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ബ്രോക്കർ, ഏജൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഇവരാണ് നമ്മുടെ ഫൈനൽ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ കമ്പനിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഫൈനൽ കസ്റ്റമേഴ്സിനെയും കമ്പനിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് കോമ്പറ്റീറ്റേഴ്സ്. സിമിലർ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും നമുക്ക് മെയിനായിട്ട് വരുന്ന കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് പബ്ലിക്. പബ്ലിക് മീൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഈ പുതിയ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുമ്പോൾ ഈ ഒരു കൺസ്യൂമർ ഗ്രോത്ത്, പബ്ലിക്കിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺസ്യൂമർ ഗ്രൂപ്പിന് ഗ്രോത്ത് ഉണ്ടാവൂ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത്. മാക്രോ എൻവയോൺമെൻ്റ് ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്.
ഇവ ഓർഗനൈസേഷന് പുറത്തുള്ളവ തന്നെയാണ്. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ മാക്രോ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഒരു ഓർഗനൈസേഷന് പുറത്തുള്ള ഫാക്ടേഴ്സാണ്. ഇവ ഒരു ഓർഗനൈസേഷന് ഓപ്പർച്യൂണിറ്റിയുമാകാം, അതുപോലെ തന്നെ ത്രെറ്റുമാകാം. ദെൻ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മൈക്രോ എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എങ്കിൽ മാക്രോ എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അൺകൺട്രോളബിളും ആയിരിക്കും. ഇനി മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മാക്രോ എൻവയോൺമെൻറ്റിനെ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നും നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം എക്കണോമിക് സിസ്റ്റം എന്താണ് എന്ന്, എക്കണോമിക് സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് എന്താണ് എന്നും, ഈ ചേഞ്ചസ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ എക്കോണമിയെ എങ്ങനെയെല്ലാം എക്കണോമിക് സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് ബാധിക്കുന്നു എന്നുള്ളത്. ദെൻ ഇവയിൽ മൂന്ന് എലിമെൻറ്റ്സ് ആണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ലൈക്ക് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് പബ്ലിക്, എക്കണോമിക് പോളിസീസ് ഓഫ് ദി കൺട്രി, അതുപോലെ തന്നെ എക്കണോമിക് സിസ്റ്റം. പൊളിറ്റിക്കൽ സിറ്റുവേഷനും പോളിസീസിനും അനുസൃതമായിട്ട് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ്റെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്കണോമിക് സിസ്റ്റവും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റവും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്നിൻ്റെ ഐഡിയോളജി, അതായത് ഇപ്പം പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഐഡിയോളജി എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഐഡിയോളജിയിൽ പ്രതിഫലിക്കുന്നു. ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ ബിലീഫ്, ദെൻ കൺട്രിയുടെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത്, മറ്റ് കൺട്രീസുമായിട്ടുള്ള റിലേഷൻ, അതുപോലെ തന്നെ ഡിഫൻസ് മിലിറ്ററി പോളിസീസ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ദെൻ ബിസിനസ് യൂണിറ്റിനോട് ഒപ്പോസിങ് പാർട്ടീസിനുള്ള ഒരു ഇൻട്രസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അടുത്തതായി സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സൊസൈറ്റിയുടെ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. അപ്പം ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ വാല്യൂസ്, അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, ഇതൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ നിയർബൈ സറൗണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ വരുന്ന ആൾക്കാരുടെ ലിറ്ററസി റേറ്റ്, കസ്റ്റംസ്, വാല്യൂസ്, ബിലീഫ്സ്, അവരുടെ ലൈഫ് സ്റ്റൈല്, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, ഇവയൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിൽ വളരെയധികം ഹെൽപ്ഫുള്ളാവുന്ന അല്ലെങ്കിൽ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം ഇവയൊക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിന് അനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുക ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനെ നമുക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ, അല്ലെങ്കിൽ സൊസൈറ്റിയെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് ഫേവർ ആയിട്ട് നിർത്താൻ സാധിക്കൂ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. എല്ലാ രാജ്യങ്ങളുടെയും
ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്. ഇപ്പം ടെക്നോളജി എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഗ്രോത്തിലേക്കും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടെക്നോളജി യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള ലേബർ ഇൻറ്റൻസീവ് മെത്തേഡിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ പ്രോഡക്ട്സിനും അതുപോലെ തന്നെ സർവീസ്, ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ലിവിങ് കണ്ടീഷൻസിനൊക്കെ പെട്ടെന്നാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചേഞ്ചസിന് എങ്ങനെ ഓർഗനൈസേഷൻസ് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അടുത്തതായി നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസ്, വെതർ, അതുപോലെ തന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ടോപ്പോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്, സോയിൽ, സീ, റിവേഴ്സ്, റെയിൻഫോൾ, ഇവയൊക്കെയാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. എല്ലാ ഓർഗനൈസേഷൻസും അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുമ്പം അവിടുത്തെ ഫാക്ടേഴ്സ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അവിടുത്തെ ടോപ്പോഗ്രാഫിക്കൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ക്ലൈമറ്റ് കണ്ടീഷൻസും മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ ബിസിനസ്സിന് ആപ്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷനാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാ ഓർഗനൈസേഷനും 2 രീതിയിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റുമായിട്ട് റിലേഷൻ വരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മുടെ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ റിസോഴ്സസ്, സോഴ്സ് ഓഫ് വാട്ടർ, അതുപോലെ തന്നെ വെതർ, ക്ലൈമറ്റിക് കണ്ടീഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അതിന് നമുക്ക് നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് മീൻസ് നമ്മുടെ പോപ്പുലേഷൻ്റെ ഒരു സ്റ്റഡിയാണ്. സൈസ്, പോപ്പുലേഷൻ സൈസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഗ്രോത്ത് റേറ്റ്, ഏജ്, സെക്സ് കോമ്പോസിഷൻ, അതുപോലെ തന്നെ ഫാമിലി സൈസ്, ഇൻകം ലെവൽ, ദെൻ എഡ്യൂക്കേഷൻ ലെവൽ, ഇവയൊക്കെയാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഒരു സൊസൈറ്റിയുടെ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് സ്റ്റഡി ചെയ്തതിന് ശേഷം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ നീഡ്സ് മനസ്സിലാക്കി അനുസരിച്ചായിരിക്കണം എല്ലാ ബിസിനസ് എൻവയോൺമെൻറ്റും പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ലാസ്റ്റ് വൺ ഇസ് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്. ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സിനാണ് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് കൊണ്ട് ഉള്ള പ്രോബ്ലംസ് വരുന്നതും അതുപോലെ തന്നെ അത് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നതും. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ബിസിനസ് ആർ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ഫോറിൻ ബിസിനസ് പോളിസീസ്, കൾച്ചറൽ എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ മറ്റു കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റു കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും. WTOയുടെയും അതുപോലെ തന്നെ IMF, വേൾഡ് ബാങ്ക്, സാർക്ക്, G20, അതുപോലെ തന്നെ മറ്റ് ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഗ്ലോബൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. എലമെൻറ്റ്സ് ഓർ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.